റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ വിജയം സുനിശ്ചിതമാണെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ആയുധത്തിനും നിലവിലെ യുദ്ധഫലം മാറ്റാൻ കഴിയില്ലെന്നുമുള്ള പ്രമുഖ അന്താരാഷ്ട്ര ബന്ധ നിരീക്ഷകനും ശാസ്ത്രജ്ഞനുമായ ജോൺ മിർഷൈമറുടെ പ്രസ്താവന ആഗോള രാഷ്ട്രീയത്തിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മീർഷൈമറുടെ ഈ വിലയിരുത്തൽ ഉക്രൈന് യുഎസ് സൈനിക സഹായം നൽകുന്നതിനെ കുറിച്ചുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. യുദ്ധക്കളത്തിലെ നിലവിലെ യാഥാർത്ഥ്യങ്ങൾ റഷ്യയ്ക്ക് പൂർണ്ണമായും അനുകൂലമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. യുദ്ധരംഗത്ത് റഷ്യ കൈവരിച്ചിരിക്കുന്ന അദ്വിതീയമായ വ്യോമസൈനിക മേധാവിത്വമാണ് ഈ വിജയത്തിന് പ്രധാന കാരണമായി അദ്ദേഹം വ്യക്തമാക്കുന്നത്. വ്യോമാക്രമണ രംഗത്ത് റഷ്യ കൈവരിച്ച ഈ വൻ മുന്നേറ്റം മൂലം ഉക്രൈനിലെ ഏത് തന്ത്രപ്രധാന ലക്ഷ്യസ്ഥാനവും തടസ്സങ്ങളൊന്നുമില്ലാതെ ആക്രമിക്കാൻ റഷ്യൻ സേനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഉക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞ് റഷ്യൻ മിസൈലുകളും ഡ്രോണുകളും തുടർച്ചയായി പ്രഹരമേൽപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും പോരാട്ട തന്ത്രങ്ങളും ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഉക്രൈൻ ഒരു പ്രവർത്തനരഹിതമായ ശേഷിപ്പ് രാജ്യമായി മാറുമെന്ന മുന്നറിയിപ്പും മിർഷൈമർ നൽകുന്നുണ്ട്. സാമ്പത്തികമായും സൈനികമായും സ്വയം നിലനിൽപ്പില്ലാത്ത പൂർണ്ണമായും തകർന്ന ഒരു രാജ്യമായി ഉക്രൈൻ മാറുമെന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ മുന്നിൽ നിർത്തി നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കും വൻ തിരിച്ചടിയാക്കും. അടുത്ത കാലത്തായി ഉക്രൈന്റെ കരിങ്കടൽ തുറമുഖങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒഡേസ, നിക്കോളേവ്, ഇസ്മായിൽ, ചെർണോമോസ്ക് എന്നീ പ്രധാന തുറമുഖ നഗരങ്ങൾക്ക് നേരെ റഷ്യ അഴിച്ചുവിട്ട വൻ ആക്രമണങ്ങൾ ഉക്രൈന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുന്നവയായിരുന്നു. ഈ തുറമുഖ കേന്ദ്രങ്ങൾ തകർത്തതിലൂടെ ഉക്രൈന്റെ കടൽ മാർഗമുള്ള വിദേശ വ്യാപാരം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കരിങ്കടൽ വഴിയുള്ള സമുദ്ര വ്യാപാരം തടസ്സപ്പെട്ടത് ഉക്രൈന്റെ ധാന്യ കയറ്റുമതിയെയും മറ്റ് പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള സാമ്പത്തിക ഉത്തേജനങ്ങളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന ഉക്രൈന് സ്വന്തം സാമ്പത്തിക അടിത്തറ തകരുന്നത് കനത്ത പ്രഹരമാണ്. റഷ്യൻ ആക്രമണങ്ങൾ ഉക്രൈന്റെ സാമ്പത്തിക തകർച്ചയുടെ വേഗത വർദ്ധിപ്പിച്ചുവെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത അത്യാധുനിക പേട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും റഷ്യൻ മിസൈലുകളുടെ പ്രവാഹത്തെ തടയാൻ കഴിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. റഷ്യ പുറത്തെടുക്കുന്ന പുതിയ തലമുറ ഡ്രോൺ തന്ത്രങ്ങളും ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയും വെസ്റ്റേൺ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ പോലും നിർവീര്യമാക്കുന്നുണ്ട്. ആയുധങ്ങളുടെ സാങ്കേതിക തികവിനേക്കാൾ യുദ്ധക്കളത്തിലെ വ്യാപ്തിക്കും ഉൽപാദന ശേഷിക്കുമാണ് മേൽക്കൈയെന്ന് റഷ്യ തെളിയിക്കുകയാണ്. ഇതിനു പുറമെ ലോകരാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന പുതിയ പ്രതിസന്ധികളും ഉക്രൈന് തിരിച്ചടിയാക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്ന രൂക്ഷമായ സൈനിക നയതന്ത്ര സംഘർഷങ്ങൾ പാശ്ചാത്യ ശ്രദ്ധയെ ഉക്രൈനിൽ നിന്ന് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ സ്വന്തം താവളങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ അമേരിക്ക മുൻഗണന നൽകുമ്പോൾ അത് ഉക്രൈനിലേക്കുള്ള സൈനിക സഹായത്തിന്റെ ഒഴുക്കിനെ നേരിട്ടു ബാധിക്കും. യുഎസ് ഇറാൻ പ്രതിസന്ധി കടുക്കുന്നതോടെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തങ്ങളുടെ ആയുധശേഖരവും സാമ്പത്തിക വിഭവങ്ങളും രണ്ട് യുദ്ധമുഖങ്ങളിലായി വേദിക്കേണ്ടി വരുമെന്ന സാഹചര്യവും സംജാതമായിട്ടുണ്ട്. ഇത് സ്വാഭാവികമായും ഉക്രൈനിലേക്ക് എത്തുന്ന സൈനിക സഹായത്തിൽ വലിയ കുറവ് വരുത്തും. കിഴക്കൻ യൂറോപ്പിൽ റഷ്യക്കെതിരെ പോരാടുന്ന ഉക്രൈൻ സേനയ്ക്ക് ഈ ആയുധക്ഷാമം വലിയ തിരിച്ചടിയായി മാറും. റഷ്യയുടെ ആയുധ നിർമ്മാണ ശേഷിയും പ്രതിരോധ മേഖലയിലെ തന്ത്രപരമായ വർധനവും പാശ്ചാത്യ കണക്കുകൂട്ടലുകളേക്കാൾ വളരെ മുന്നിലാണ്. കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയെ സാമ്പത്തികമായി തകർക്കാമെന്ന പാശ്ചാത്യ ശക്തികളുടെ പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്ഥാനത്തായി. സ്വന്തമായി ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും യുദ്ധമുഖത്തേക്ക് അത് നിരന്തരം എത്തിക്കാനും റഷ്യയ്ക്ക് തടസ്സങ്ങളില്ലാതെ സാധിക്കുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും നൽകുന്ന വ്യാജ പ്രതീക്ഷകൾക്ക് വിപരീതമായി യുദ്ധക്കളത്തിലെ കടുപ്പമേറിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ജോൺ മീർഷൈമറെ പോലുള്ള വിദഗ്ധർ ആവശ്യപ്പെടുന്നുണ്ട്. ഉക്രൈന്റെ മനുഷ്യ വിഭവശേഷിയും കൈവശമുള്ള സൈനിക ബലവും അതിവേഗം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റഷ്യയാകട്ടെ കൂടുതൽ കരുത്തോടെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മുന്നേറുന്നു. യുദ്ധം തുടരുന്നത് ഉക്രൈന് കൂടുതൽ ഭൂഭാഗങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്കും കൂടുതൽ വൻ നാശനഷ്ടങ്ങളിലേക്കും മാത്രമേ നയിക്കൂ എന്ന് അന്താരാഷ്ട്ര വിശകലന വിദഗ്ധർ ഭയപ്പെടുന്നുണ്ട്. കൂടുതൽ പ്രദേശം കൈവശപ്പെടുത്തുകയും ഉക്രൈന്റെ സൈനിക പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കപ്പെടുകയും ചെയ്യുക എന്ന റഷ്യയുടെ തന്ത്രം വിജയകരമായി തുടരുകയാണ്. നയതന്ത്ര ചർച്ചകളിലേക്ക് കടന്നില്ലെങ്കിൽ ഉക്രൈന്റെ ഭാവി കൂടുതൽ അപകടത്തിലാക്കും.
യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും പിന്തുണയുണ്ടെങ്കിൽ പോലും റഷ്യ സൈനിക ശേഷിയെ മറികടക്കുക എന്നത് എളുപ്പമല്ലെന്ന് നിലവിലെ സംഭവങ്ങൾ തെളിയിക്കുന്നു. അമേരിക്കയിൽ പോലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉക്രൈനിലുള്ള അന്ധമായ സൈനിക സഹായത്തിനെതിരെ മാറിമറിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് യുദ്ധരംഗത്ത് ഉക്രൈനെ കൂടുതൽ ഒറ്റപ്പെടുത്തും. ഉക്രൈന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങളും തുറമുഖങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകരുന്നതോടെ യുദ്ധാനന്തര പുനർനിർമ്മാണം എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമായി മാറും. തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയും ഭൂമിശാസ്ത്രപരമായ വിഭജനവും മൂലം ഭാവിയിൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഉക്രൈൻ തള്ളപ്പെടാമെന്ന് മീർഷൈമർ ഓർമ്മിപ്പിക്കുന്നു. റഷ്യയുടെ പ്രഹരശേഷിയും പാശ്ചാത്യ ശ്രദ്ധ മറ്റ് ആഗോള സംഘർഷങ്ങളിലേക്ക് തിരിയുന്നതും ഉക്രൈനെ വലിയൊരു അപായമുനമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. പേട്രിയറ്റ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ നൽകിയതുകൊണ്ട് മാത്രം ഈ യുദ്ധത്തിന്റെ അന്തിമ ഫലം മാറ്റാൻ കഴിയില്ലെന്ന മീർഷൈമറുടെ വാദങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് യുദ്ധക്കളത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. ലോകരാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ സൈനികപരമായ വിജയത്തിലൂടെ റഷ്യ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. പാശ്ചാത്യ ശക്തികൾ തങ്ങളുടെ നിഷ്ഫലമായ യുദ്ധതന്ത്രങ്ങൾ അവസാനിപ്പിച്ച് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ ഉക്രൈന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.